കോഴിക്കോട് മാങ്കാവിൽ ചിക്ക് ബാക്ക് എന്നൊരു റെസ്റ്റോറൻറ്റ് നടത്തുകയായിരുന്നു മേച്ചേരി സിദ്ദിഖ് എന്ന 59കാരൻ. മലപ്പുറം തിരൂർ സ്വദേശിയായിരുന്നു അയാൾ. 3 വർഷങ്ങൾക്ക് മുൻപ് 2023 സംഭവം. മെയ് 18 മുതൽ സിദ്ദിഖിനെ കാണാനില്ല. തിരൂരിലെ വീട്ടിൽ നിന്ന് കോഴിക്കോട് മാങ്കാവിലുള്ള റെസ്റ്റോറൻറ്റിൽ പോയാൽ 2-3 ദിവസവും ചിലപ്പോൾ ഒരാഴ്ചയും കഴിഞ്ഞിട്ടായിരിക്കും അയാൾ തിരികെ വീട്ടിലെത്തുന്നത്. 18 വീട്ടുകാർ സിദ്ദിഖുമായി അവസാനമായി സംസാരിച്ചത്. അന്ന് അയാൾ പറഞ്ഞത്, ഞാൻ തലശ്ശേരിയിലാണ്, എത്താൻ വൈകുമെന്നാണ്. പക്ഷേ പിന്നീട് അയാളെ ഫോണിൽ കിട്ടുന്നില്ല. റെസ്റ്റോറൻറ്റിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ 2 ദിവസമായി അവിടെയും ചെന്നിട്ടില്ല. അങ്ങനെ സംഭവിക്കാത്തതാണ്. കാണാതായ സിദ്ദിഖിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 2 ദിവസങ്ങളിലായി 2 ലക്ഷത്തോളം രൂപ പിൻവലിച്ചതായുള്ള സന്ദേശം മകൻ ഷഹദിൻ്റെ മൊബൈലിൽ വന്നു. ഷഹദിൻ്റെ ATM കാർഡാണ് സിദ്ദിഖ് ഉപയോഗിച്ചിരുന്നത്. പണം പിൻവലിച്ചതായുള്ള സന്ദേശം മൊബൈലിൽ വന്നപ്പോൾ ഷഹദ് ബാപ്പയെ വിളിച്ചു. അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതോടെ സിദ്ദിഖിന് എന്തോ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് മകനും മറ്റു കുടുംബാംഗങ്ങൾക്കും തോന്നി. അതോടെ അവർ പോലീസിൽ പരാതി നൽകി. പരാതി കിട്ടിയതോടെ കേസെടുത്ത പോലീസ് അന്വേഷണം തുടങ്ങി. കടയിലെ ജീവനക്കാരെ ചോദ്യം ചെയ്തു. സിദ്ദിഖുമായി അടുപ്പമുള്ളവരുടെ മൊഴിയെടുത്തു. അയാളുടെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷനുകളും കോൾ ലിസ്റ്റും പരിശോധിച്ചു. ആ പ്രദേശത്തുള്ള പല CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. സിദ്ദിഖിൻ്റെ മൊബൈൽ ലൊക്കേഷൻ അവസാനമായി കാണിച്ചത് എരഞ്ഞിപ്പലത്തെ ഡേ കാസ ഇൻ എന്ന ഒരു ലോഡ്ജിലായിരുന്നു. സിദ്ദിഖിൻ്റെ ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു വല്ലപ്പുഴ ആച്ചിയിൽ തൊടി മുഹമ്മദ് ഷിബിൽ എന്ന 23കാരൻ. അങ്ങനെ ഒരു ദിവസം സിദ്ദിഖ് ഷിബിലിനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഷിബിലിൻ്റെ മോശം പെരുമാറ്റവും സാമ്പത്തിക ക്രമക്കേടുകളുമൊക്കെ അതിന് കാരണമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോയെങ്കിലും ഷിബിലിയുടെ ഉള്ളിൽ സിദ്ദിഖിനോടുള്ള പക ആളിക്കത്തി. അവൻ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഷിബിലിൻ്റെ കാമുകിയായിരുന്നു ഖദീജത്തുൽ ഫർഹാന. വെറും 18 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക്. മുമ്പ് ഷിബിലിനെതിരെ ഫർഹാന പോലീസിൽ പരാതി നൽകിയിരുന്നു. ചെർപ്പുളശ്ശേരി പോലീസ് ഷിബിലിനെതിരെ കേസെടുക്കുകയും ചെയ്തു. കുറച്ചുകാലം അയാൾ ജയിലിലുമായിരുന്നു. ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമാണ് ഇരയും പ്രതിയും വീണ്ടും ഒന്നിച്ചത്. ഷിബിൽ MDMA ഉപയോഗിക്കുമായിരുന്നു. ലഹരി ഇടപാടിലൂടെയാണ് ഷിബിലിയും ആഷിഖും ഫർഹാനയും ഒന്നിക്കുന്നത്. ഫർഹാനയ്ക്ക് സിദ്ദിഖുമായി മുൻപരിചയമുണ്ട്. സിദ്ദിഖിൻ്റെ സുഹൃത്തിൻ്റെ മകളായിരുന്നു അവൾ. സ്ത്രീകളോടുള്ള സിദ്ദിഖിൻ്റെ താല്പര്യം ഈ പെൺകുട്ടിക്ക് നന്നായി അറിയാമായിരുന്നു. ഫർഹാനയുടെ ശുപാർശ അനുസരിച്ചാണ് സിദ്ദിഖ് ഷിബിലിനെ തൻ്റെ ഹോട്ടലിൽ ജോലിക്കെടുത്തത്. ജോലിക്ക് കയറിയ ഷിബിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ സിദ്ദിഖിൻ്റെ വിശ്വസ്തനായി മാറി. ഇതിനിടയിൽ ക്യാഷ് കൗണ്ടർ ഏൽപ്പിക്കാൻ തക്കവണ്ണം ഷിബിൽ സിദ്ദിഖിന് വിശ്വസ്തനായി. പക്ഷേ അവൻ ക്യാഷ് കൗണ്ടറിൽ നിന്ന് സിദ്ദിഖ് അറിയാതെ പണം എടുത്തു തുടങ്ങി. ഇത് റെസ്റ്റോറൻറ്റിലെ ഒരു ജീവനക്കാരൻ കണ്ടു. അയാളത് സിദ്ദിഖിനോട് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം സിദ്ദിഖ് ഷിബിലിനെ കൈയോടെ പിടികൂടി. അതോടെ അതുവരെയുള്ള ശമ്പള കുടിശ്ശിക തീർത്ത് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. ഷിബിലിനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടതിനു ശേഷം ഒരു ദിവസം ഫർഹാന സിദ്ദിഖിനെ വിളിച്ചു. കുറച്ച് ക്ഷമയൊക്കെ പറഞ്ഞതിനു ശേഷം അവനെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നീട് ഷിബിലിയും സിദ്ദിഖിനെ വിളിച്ച് മാപ്പ് പറഞ്ഞു. തന്നെ ജോലിയിൽ തിരിച്ചെടുത്താൽ ഒരു പ്രത്യുപകാരം ചെയ്യാമെന്നായി ഷിബിലി. അതെന്താണെന്ന് വെച്ചാൽ ഫർഹാനയെ സിദ്ദിഖിനു വേണ്ടി ഹോട്ടൽ മുറിയിൽ കൊണ്ടുകൊടുക്കും. ഇതായിരുന്നു ആ പ്രത്യുപകാരം. പക്ഷേ അയാൾക്കത് വിശ്വാസമായില്ല. എന്നാൽ ഷിബിൽ സിദ്ദിഖിനോട് ഉറപ്പിച്ച് പറഞ്ഞു, ഉറപ്പായും അവളെ ഞാൻ നിങ്ങളുടെ മുറിയിൽ കൊണ്ടു തരും. അതോടെ സിദ്ദിഖിന് വിശ്വാസമായി. എരഞ്ഞിപ്പലത്തെ ഡേ കാസ ഇൻ എന്ന ലോഡ്ജിൽ മുറിയെടുക്കാൻ ഷിബിൽ സിദ്ദിഖിനോട് പറഞ്ഞു. അയാൾ കാറിൽ അവിടെ എത്തി ഒരു മുറിയെടുത്തു. പിന്നീട് എൻ്റെ മകൾ കൂടിയുണ്ട്, ഒരു മുറി കൂടി വേണമെന്ന് പറഞ്ഞു. ആർക്കും സംശയം തോന്നാതിരിക്കാനായിരുന്നു 2 മുറി എടുത്തത്. അപ്പോൾ ഫർഹാനയും ഷിബിലും അവിടെ എത്തിയിരുന്നില്ല. സിദ്ദിഖ് മുറിയിലേക്ക് വന്നു. കുറച്ചു നേരം മദ്യപിച്ചു. പിന്നെ ഫർഹാനെയും ഷിബിലിനെയും കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ 2 പേരും എത്തി. നേരത്തെ പറഞ്ഞതനുസരിച്ച് ഫർഹാനയെ സിദ്ദിഖിൻ്റെ മുറിയിലാക്കിയിട്ട് ഷിബില് മറ്റൊരു മുറിയിലേക്ക് പോകേണ്ടതാണ്. എന്നാൽ നടന്നത് മറ്റൊന്നായിരുന്നു. ഷിബിൽ തൻ്റെ മുറിയിലേക്ക് പോയില്ല. സിദ്ദിഖിനോട് സംസാരിച്ചുകൊണ്ട് ആ മുറിയിൽ തന്നെ ഇരുന്നു. ഫർഹാനയും അവിടെയുണ്ട്. ഇതിനിടയിൽ സിദ്ദിഖിനെ ഫർഹാനയോടൊപ്പം ചേർത്തു നിർത്തി നഗ്നദൃശ്യങ്ങൾ എടുക്കാൻ ഷിബിൽ ശ്രമിച്ചു. ആ നഗ്നദൃശ്യങ്ങൾ കാണിച്ച് പണം തട്ടാമെന്നായിരുന്നു ഇവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ സിദ്ദിഖ് വഴങ്ങിയില്ല. അതോടെ വാക്കുതർക്കമായി, ബലപ്രയോഗമായി. ഇതിനിടയിൽ ആഷിഖും അങ്ങോട്ടേക്ക് കയറി വന്നു. വഴക്ക് മൂത്തതോടെ ഷിബിൽ ചുറ്റികയെടുത്ത് സിദ്ദിഖിൻ്റെ തലയിൽ ആഞ്ഞടിച്ചു. നിലത്ത് വീണ അയാളെ ഷിബിലും ആഷിഖും കൂടി ചവിട്ടിക്കൂട്ടി. അയാളുടെ വാരിയിൽ ഒടിഞ്ഞു. ക്രൂരമായ മർദ്ദനത്തിനൊടുവിൽ സിദ്ദിഖ് മരണപ്പെട്ടു. സിദ്ദിഖ് മരിച്ചതോടെ ആഷിഖ് പുറത്തേക്ക് പോയി. മൃതദേഹം എന്തു ചെയ്യണമെന്നതിനെക്കുറിച്ചായി ഷിബിലിൻ്റെയും ഫർഹാനയുടെയും പിന്നീടുള്ള ആലോചന. അങ്ങനെ അവരൊരു തീരുമാനമെടുത്തു. സിദ്ദിഖിൻ്റെ കാറ് ലോഡ്ജിൻ്റെ താഴെ കിടപ്പുണ്ട്. ശവശരീരം ഒരു ട്രോളി ബാഗിലാക്കി അട്ടപ്പാടിയിലെ അഗളി വനത്തിൽ കൊണ്ടു തള്ളാം. അങ്ങനെ തീരുമാനമെടുത്ത ശേഷം അവർ പോയി ഒരു ട്രോളി ബാഗ് വാങ്ങിക്കൊണ്ടുവന്നു. മുറിയിൽ കൊണ്ടുവന്നപ്പോൾ ആ ട്രോളി ബാഗിന് വലിപ്പം പോരാ.
അതോടെ വീണ്ടും പോയി. കുറച്ചുകൂടി വലിയൊരു ബാഗും മരം മുറിക്കുന്ന തരത്തിലുള്ള ഒരു കട്ടറും വാങ്ങി. അങ്ങനെ ആ പകലും രാത്രിയുമായി അവർ രണ്ടുപേരും കൂടി സിദ്ദിഖിൻ്റെ ശവശരീരം കട്ടർ കൊണ്ട് ആദ്യം പകുതിയായി മുറിച്ചു. പിന്നീട് പല കഷണങ്ങളായി മുറിച്ച് 2 ട്രോളി ബാഗുകളിലാക്കി. വൈകുന്നേരമായപ്പോൾ ഷിബിൽ സിദ്ദിഖിൻ്റെ കാർ ലോഡ്ജിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടു. പിന്നീട് സാധാരണ പോലെ ആ 2 ട്രോളി ബാഗുകളും കൊണ്ടുവന്ന് കാറിൽ കയറ്റി. ലോഡ്ജിലെ ജീവനക്കാർക്കോ മറ്റുള്ളവർക്കോ സംശയം തോന്നാത്ത വിധത്തിലായിരുന്നു 3 പേരും ഇതെല്ലാം ചെയ്തത്. പോകുന്ന വഴിയിൽ സിദ്ദിഖിൻ്റെ ATM കാർഡ് ഉപയോഗിച്ച് പല ATM കൗണ്ടറിൽ നിന്നും ഇവർ പണം പിൻവലിച്ചു. റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തിരുന്നപ്പോൾ അവിടേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനായി സിദ്ദിഖ് ATM കാർഡും കൊടുത്ത് ഷിബിലിനെ അയക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ATM കാർഡിൻ്റെ പാസ്വേഡ് അവൻ അറിയാമായിരുന്നു. സിദ്ദിഖിനെ വകവരുത്തുമ്പോൾ അയാളിൽ നിന്ന് എങ്ങനെ പണം തട്ടാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഷിബിലിനും ഫർഹാനയ്ക്കും നല്ല ധാരണയുണ്ടായിരുന്നു. അങ്ങനെ സിദ്ദിഖിൻ്റെ മൃതദേഹമടങ്ങിയ ട്രോളി ബാഗുമായി അവർ അട്ടപ്പാടി ചുരത്തിലെത്തി. ബാഗുകൾ ചുരത്തിലെ കൊക്കയിൽ തള്ളി. കൊക്കയിൽ ഒരു പാറക്കൂട്ടമുണ്ട്. റോഡിൽ നിന്ന് ശവശരീരമടങ്ങിയ ട്രോളി ബാഗുകൾ ആ പാറക്കൂട്ടത്തിലേക്ക് തള്ളിയാൽ ഏതെങ്കിലും വന്യമൃഗങ്ങൾ വന്ന് തിന്നുകൊള്ളുമെന്നായിരുന്നു ഇവരുടെ ധാരണ. ട്രോളി ബാഗുകൾ കൊക്കയിൽ ഉപേക്ഷിച്ച പ്രതികൾ മൃതദേഹം മുറിക്കാൻ ഉപയോഗിച്ച കട്ടറും രക്തം തുടച്ച തുണിയും അവിടെ ഉപേക്ഷിച്ചു. അതെല്ലാം കുറച്ചുകൂടി മാറി ഒരു മലമുകളിലാണ് ഇവർ ഉപേക്ഷിച്ചത്. കാറ് ചെറുതുരുത്തിയിൽ ഒരിടത്ത് കൊണ്ടുപേക്ഷിച്ചു. തങ്ങൾ ചെയ്യുന്നതൊന്നും ആരും കാണുന്നില്ല എന്നായിരുന്നു ഇവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ട്രോളി ബാഗുമായി മുറിയിൽ നിന്ന് വരുന്നതും അത് കാറിൽ കയറ്റുന്നതുമൊക്കെ ഒരു CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഈ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തു. കേസന്വേഷണത്തിൽ അത് വളരെ നിർണായകമാകുകയും ചെയ്തു. അതുമാത്രമല്ല, ATM കൗണ്ടറുകളിൽ കയറിയപ്പോൾ അവിടെയുള്ള CCTV ക്യാമറകളിലും ഇവരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. ഇതിനിടയിൽ മറുവശത്ത് പോലീസ് സിദ്ദിഖിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. CCTV ക്യാമറകളും മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷനുകളും പരിശോധിച്ചു കൊണ്ടിരുന്ന പോലീസ് ഇവർ ചെന്നൈയിലേക്ക് കടന്നതായി മനസ്സിലാക്കി. അതോടെ ചെന്നൈ പോലീസിനെയും RPFനെയും വിവരമറിയിച്ചു. അങ്ങനെ ചെന്നൈ എഗ്മൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഷിബിലും ഫർഹാനയും RPFൻ്റെ പിടിയിലായി. പ്രതികൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ആസാമിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് പ്രതികൾ പിടിയിലായത്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സിദ്ദിഖിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ട്രോളി ബാഗുകളിലാക്കി ഉപേക്ഷിച്ചെന്ന് പ്രതികൾ സമ്മതിച്ചു. അട്ടപ്പാടി ചുരത്തിലെ 9ാം വളവിലാണ് മൃതദേഹം ട്രോളി ബാഗിലാക്കി ഉപേക്ഷിച്ചത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഈ ട്രോളി ബാഗുകൾ കണ്ടെത്തി. ആ ബാഗുകൾക്കുള്ളിൽ സിദ്ദിഖിൻ്റെ മൃതദേഹം ഉണ്ടായിരുന്നു. ഉയരത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞതുകൊണ്ട് തന്നെ ബാഗ് പൊട്ടി മൃതദേഹ ഭാഗങ്ങൾ പുറത്തേക്ക് തെറിച്ച നിലയിലായിരുന്നു. വെള്ളമൊലിക്കുന്ന നിലയിലായിരുന്നു ഈ പെട്ടി. പിന്നീട് കട്ടറും രക്തം തുടച്ച തുണിയും കണ്ടെടുത്തു. അപ്പോഴേക്കും കൊലപാതകം കഴിഞ്ഞ് 7 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. തങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് തന്നെയായിരുന്നു പ്രതികളുടെ വിശ്വാസം. ഈ പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്തത് 18കാരിയായ ഫർഹാനയായിരുന്നു. പോലീസിന്റെ പിടിയിലായപ്പോഴും ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്ത ഭാവമൊന്നും ഫർഹാനയുടെയോ മറ്റുള്ളവരുടെയോ മുഖത്തുണ്ടായിരുന്നില്ല. പിടിക്കപ്പെട്ടപ്പോൾ കുറ്റം മുഴുവൻ ഷിബിലിന്റെ തലയിലേക്കിട്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം ഫർഹാന നടത്തിയെങ്കിലും പോലീസ് നിരത്തിയ തെളിവുകൾക്ക് മുന്നിൽ ആ ശ്രമം വിലപ്പോയില്ല. പ്രതികളെ 3 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ആസൂത്രിതമായി നടപ്പാക്കിയെങ്കിലും പാളിപ്പോയ ഒരു ഹണി ട്രാപ്പായിരുന്നു സിദ്ദിഖിന്റെ കൊലപാതകമെന്ന് മനസ്സിലായത്. 2023 ഓഗസ്റ്റിൽ മുഹമ്മദ് ഷിബിലിനെ 1ാം പ്രതിയും ഫർഹാനയെ 2ാം പ്രതിയുമാക്കി സിദ്ദിഖ് കൊലക്കേസിന്റെ കുറ്റപത്രം പോലീസ് കോഴിക്കോട് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. അഡ്വക്കേറ്റ് KN ജയകുമാറായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ. ഫർഹാനയുടെ സുഹൃത്ത് ചിക്കു എന്ന ആഷിഖാണ് 3ാം പ്രതി. സിദ്ദിഖിനെ കൊലപ്പെടുത്തിയത് ഹണി ട്രാപ്പിൽപ്പെടുത്തിയാണെന്ന് 3000 പേജുള്ള ആ കുറ്റപത്രത്തിൽ പറയുന്നു. അയാളുടെ കാറും 1.5 ലക്ഷം രൂപയും തട്ടിയെടുത്തതായും കുറ്റപത്രത്തിലുണ്ട്. കൗമാരം മാത്രം പിന്നിട്ടവരായിരുന്നു പ്രതികൾ. അവരാണ് ഇത്രയും വലിയൊരു കുറ്റകൃത്യം ചെയ്തത്. അവരെ ഇതിലേക്ക് നയിച്ചതാകട്ടെ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും. പുറത്തറിയുന്ന ഹണി ട്രാപ്പ് കഥകൾ വിരളമാണ്. പുറത്തറിയാത്തതാണ് അധികവും. ആരെങ്കിലും ഒരാൾ അവസാനിപ്പിക്കുന്നതുവരെ ഓരോ ഹണി ട്രാപ്പും തുടർന്നുകൊണ്ടേയിരിക്കും.